ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ ലിത്വാനിയയ്ക്ക് വലിയൊരു ആർമിയെ കൊണ്ടു നടക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല പണ്ട് കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് രീതിയിലുള്ള അറ്റാക്കുകൾക്ക് അവർക്ക് വിധേയമായിട്ടുണ്ട് ഈ രാജ്യം. എന്നാൽ ആ അറ്റാക്കുകളിലൊന്നും തന്നെ പതറാതെ അവർ പരമാവധി പിടിച്ചു നിന്നിട്ടുള്ള അവരുടെ പെർസിവറൻസും മനക്കരുത്തിൻ്റെ കഥ പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ലിത്വാനിയ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം ഹിൽ ഓഫ് ക്രോസസ് എന്നാണ് അതിന് പറയുന്നത്. എന്താണ് ആ പേര് വരാൻ കാരണമെന്നും എങ്ങനെയാണ് അത് വന്നതെന്നുള്ളത് നമുക്കിനി കാണാം. നമ്മുടെ ലിത്വാനിയയിൽ നിന്ന് ഹിൽ ഓഫ് ക്രോസസിലേക്കുള്ള യാത്രയിലാണ്. സോ ഇത് നമുക്ക് സൈഡിൽ മുഴുവൻ തന്നെ പാടശേഖരങ്ങളാണ്, കൃഷിയിടങ്ങളാണ് ഇതെല്ലാം തന്നെ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ കൃഷി യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടെന്ന്. എല്ലാ നമ്മൾ സന്ദർശിച്ച രാജ്യങ്ങളും തന്നെ ആ മെയിൻ ടൗൺഷിപ്പും കുറച്ച് ഏരിയകൾ കഴിഞ്ഞാൽ ഔട്ട്സ്കേർട്സിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കൃഷിയിടങ്ങളാണ് എല്ലാ രാജ്യങ്ങളിലും കാണുന്നത്. കൃഷി എന്ന് പറയുന്നത് 2-3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒരു യാത്ര, അതും കാറിലൂടെയുള്ള ഈ 2 കൃഷിയിടങ്ങളുടെ നടുക്കുള്ള ഒരു യാത്ര പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ നാടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ വിൽനസിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ ഹിൽ ഓഫ് ക്രോസസ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. തികച്ചും ഒരു ഗ്രാമപ്രദേശം തന്നെയാണത്. അതായത് വളരെ ഒരു ഭംഗിയുള്ള ഒരു നഗരത്തിൻ്റെതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ട്രേറ്റ്സും ഇല്ലാത്ത ഒരു തികച്ച ഒരു ഗ്രാമം തന്നെ. ഇതിലെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് ഹിൽ ഓഫ് ക്രോസസ്. ഇതൊരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി പോളണ്ടിൻ്റെയും അതിൽ പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ എല്ലാം തന്നെ ഒരു അതിക്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ അതിനൊക്കെ വളരെ ശക്തിയുക്തം എതിർത്തുള്ള ജനതയാണ് ലിത്വാനിയൻ ജനത. അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഒരു കുരിശെല്ലാം നാട്ടി അവർ ആരാധിച്ചിരുന്നൊരു സ്ഥലം തന്നെയാണ്. എന്നാൽ അതിനെ പല പ്രാവശ്യം അത് തകർക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അതിലൊന്നും പതറാതെ ഓരോ പ്രാവശ്യം തകർക്കപ്പെടുമ്പോഴും പിന്നെയും കൂടുതൽ കുരിശുകൾ അവിടെ കൊണ്ടുവച്ചുകൊണ്ട് പ്രാർത്ഥന അവർ നിർത്തിയില്ല. അത് 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഒരു കുന്ന് നിറയെ ഈ പറഞ്ഞ ക്രോസസ് കൊണ്ട് നിറച്ചു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഹിൽ ഓഫ് ക്രോസസ് എന്ന പേര് വന്നത്. നമുക്ക് അവിടെ നേരിട്ട് തന്നെ അടുത്ത് പോയി കാണാം. ഈ ഒരു ക്രോസസ് നാട്ടിയിട്ടുള്ളതിൻ്റെയും അതിൻ്റെ എല്ലാം ഭംഗി നമുക്ക് നേരിട്ട് കാണാം. 100 കണക്കിനാണോ 1000 കണക്കിനാണോ കുരിശുകളിലൂടെ നാട്ടിയിട്ടുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത്രയ്ക്ക് അധികമാണ്. വളരെ കൗതുകരമായിട്ടുള്ളൊരു കാഴ്ചയും കൂടിയാണിത്. അതായത് എത്ര ചെറിയ ജനതയാണെങ്കിലും അവരുടെ മേലെ ഒരു കാലത്ത് അത്രയ്ക്ക് അധികം അതിക്രമങ്ങൾ കാണിച്ചിട്ടുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ ആർമി ആണെങ്കിലും ശരി, പോളണ്ട് ആർമി ആണെങ്കിലും ശരി, എല്ലാം തന്നെ ഒരുപാട് അതിക്രമങ്ങൾ അവരുടെ മേലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ വിശ്വാസം തകർക്കാനായിട്ടുള്ള ആ ശ്രമത്തെ ചെറുത്ത് നിന്ന അവരുടെ ആത്മവിശ്വാസമാണ് ഇവിടെ നാട്ടിയിട്ടുള്ള ഓരോ കുരിശിൻ്റെ കഥയും നമുക്ക് പറഞ്ഞു തരുന്നത്. പല രീതിയിലുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുരിശുകളാണ് കാണുന്നത്. ചിലത് കല്ലുകൊണ്ടുള്ളതുണ്ട്, ചിലത് മെറ്റൽ പീസുകളുണ്ട്, അങ്ങനെ കല്ലിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കരിങ്കല്ല് കൊണ്ട് പണിതിട്ടുള്ളതായിട്ടുള്ളതുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ പല വലിപ്പത്തിലുള്ളതും വളരെ ചെറിയ കുരിശ് മാലകൾ മുതൽ വലിയ കുരിശുകൾ വരെ നമുക്ക് കാണാം. ഈ ഒരു ഹില്ല് നടന്ന് കയറി കഴിഞ്ഞാൽ ഒരു വലിയൊരു കുരിശ് അവിടെ നാട്ടിയിട്ടുള്ളത് കാണാം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ലിത്വാനിയൻസിൻ്റെ. അങ്ങനെ നമ്മൾ ഹിൽ ഓഫ് ക്രോസസിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാലും ഇത് തന്നെയാണ്. എനിക്ക് 100 കണക്കിനും 1000 കണക്കിനൊന്നല്ല, എനിക്ക് തോന്നുന്നു 10,000 കണക്കിനുണ്ടായിരിക്കും തോന്നുന്നു. ഇത് എത്ര എണ്ണം ഉണ്ടെന്നോ ഏതെല്ലാം കാലഘട്ടങ്ങളിലാണ് ഇത്രയും എണ്ണം വന്നതെന്നോ ഇതിനെപ്പറ്റി ഒന്നും വ്യക്തതയില്ല. എന്തായാലും അത് വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ അവരുടെ ഈ ഒരു ജനതയുടെ വിശ്വാസവും അവരുടെ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ആളുകളോടും അവരുടെ ഒരു ആൻസർ, ഒരു ഉത്തരം തന്നെയായിരുന്നു ഈ ഹിൽ ഓഫ് ക്രോസസ്. അങ്ങനെ നമ്മുടെ യാത്ര ലിത്വാനിയയിൽ നിന്ന് ആരംഭിച്ചതാണ് ഹിൽ ഓഫ് ക്രോസസ് കാണാനായിട്ട്. ഇത് ലിത്വാനിയയിൽ നിന്ന് ലാറ്റ്വിയയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ സ്ഥലം. ഇനി ഇവിടുന്ന് നമുക്കൊരു 120 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. എന്തായാലും ലാറ്റ്വിയയിലെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ലിത്വാനിയ ഒന്ന് ബ്രീഫ് ചെയ്യാം. കുട്ടികൾക്ക് വേണ്ട സ്റ്റഡി അബ്രോഡ് ആസ്പിരൻസിന് വേണ്ട ഒരു കാര്യത്തിൽ നമ്മൾ ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ ലിത്വാനിയയിലെ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് 1 വർഷമാണ്. ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയുന്നത് പോസിബിൾ അല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്ന ആളുകളുടെ ഫാമിലി മെമ്പേഴ്സിന് വരണമെങ്കിൽ ടൂറിസ്റ്റ് വിസയോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട് ഇവിടേക്ക്. ഇവിടുത്തെ മെയിൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ IT പ്രൊഫഷൻ, അതൊക്കെ ഇവിടെയും ഡെഫിനറ്റ് ആയിട്ട് ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ്, ഇവർക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഷെഫുമാർക്കും അതേപോലെ തന്നെ ഫൈനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടെ സാധ്യതയുണ്ട്. ഇതൊരു വലിയ എക്കണോമി അല്ല, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഒരു $80 ബില്യൺ GDP ഉള്ള ഒരു എക്കണോമിയാണത്.
അതുകൊണ്ട് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഒരു പൈസ വളരെ കുറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും അതിനുശേഷം വേണമെങ്കിൽ എറാസ്മസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലെ പഠനം എന്ന് പറയുന്നത്.